ഹലോ സ്റ്റുഡൻസ്, വൺസ് അഗൈൻ വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. 8th സ്റ്റാൻഡേർഡിൻ്റെ ഒളിമ്പിയാഡ് എക്സാംസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ് ഫിസിക്സിൻ്റെ. സോ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 2 more questions നമ്മൾ നോക്കാൻ പോവാണ്. An athlete completes half round of a circular track of radius r, then the displacement covered by the athlete is n into r. n times r ആണ്. What is the value of n? അപ്പോൾ നേരിട്ട് നമ്മളോട് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനല്ല പറഞ്ഞിട്ടുള്ളത്, പകരം ആ ഡിസ്പ്ലേസ്മെൻറ്റ് n ഇൻറ്റു റേഡിയസ് ആണ് തന്നിട്ടുണ്ട്. എന്നിൻ്റെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഇൻറ്റിജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഇൻറ്റിജർ ആയിരിക്കും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. സോ എന്തായാലും അത്ലറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു സർക്കുലർ ട്രാക്കാണ്. ഓക്കെ, സർക്കുലർ ട്രാക്കിൽ ഇതാ അയാൾ എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഹാഫ് ദ റൗണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. എന്ന് വെച്ചാൽ ഈ ഫുൾ റൗണ്ടിന് പകരം തിരിച്ച് എയിലെത്തുന്നതിന് പകരം ഇതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നേരെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബി എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും എത്തിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എ മുതൽ ബി വരെയാണ് അയാൾ പോയിട്ടുള്ളത് ത്രൂ ദ സർക്കുലർ ട്രാക്ക്. ഈ ഒരു സർക്കുലർ ട്രാക്കിലൂടെയാണ് പോയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? എ മുതൽ ബി വരെ. എന്നിട്ട് നമ്മളോട് ചോദിച്ചത് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ചാണ്. എന്തായിരുന്നു ഡിസ്പ്ലേസ്മെൻറ്റ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് എൻഡിങ് പോയിന്റ്. സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെയും എൻഡ് ചെയ്യുന്നതിൻ്റെയും ഇടയ്ക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വിളിച്ചിരുന്നത്. സോ എ മുതൽ ബി വരെയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ എ ബി എന്ന് പറയുന്ന ഈ ഒരു ലൈനാണ്. ഈ ലൈനിൻ്റെ പ്രത്യേകത എന്താ? ഇത് വേറൊന്നുമില്ല, ഇത് അതിൻ്റെ ഡയാമീറ്റർ ആണ്, അല്ലേ? ഇത് അതിൻ്റെ ഡയമീറ്റർ ആണ്. സോ ഈ സർക്കിളിൻ്റെ സെൻറ്റർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സെൻറ്ററിൽ നിന്നും ഏതെങ്കിലും ഒരു സർക്കിളിലെ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? റേഡിയസ് എന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഡയമീറ്റർ എത്രയാണ്? സോ ഈ കാണുന്ന എ ബി എന്ന് പറയുന്നത് ആക്ച്വലി ഈ സർക്കിളിൻ്റെ എന്താണ്? ഡയമീറ്റർ ആണ്. ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ്. ഡയമീറ്റർ നമ്മൾ റേഡിയസിൻ്റെ ടേംസിൽ എങ്ങനെ എഴുതുക? ഇറ്റ് ഈസ് ദി ഡബിൾ ഓഫ് റേഡിയസ്, അല്ലേ? 2 times റേഡിയസ് ആണ്. സോ 2 into r ആണ്. സോ ഇതാണ് നമ്മുടെ ആൻസർ. ഈ 2r ആണ് എന്തായിട്ട് തന്നിട്ടുള്ളത്? ഇവിടുത്തെ nr ആയിട്ട് തന്നിട്ടുള്ളത്. സോ nr ആണ് ആക്ച്വലി നമ്മുടെ ആൻസറിൽ 2r ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അതിനർത്ഥം എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, സോ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ് എന്നതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. There are 8 bulbs arranged as shown in figure. When switch S is closed, how many bulbs will glow? 8 ബൾബുകൾ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്ത ഡയഗ്രാമാണ് തന്നിട്ടുള്ളത്. അതിൽ ഏതൊക്കെ ബൾബ് സ്വിച്ച് നമ്മൾ ക്ലോസ് ആക്കുക എന്ന് പറഞ്ഞാൽ അറിയാലോ, S1 ക്ലോസ് ആക്കുമ്പോൾ ഈ സർക്യൂട്ട് ക്ലോസ്ഡ് ആകും. ഓക്കെ, അല്ലെങ്കിൽ ഈ സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഇതിൻ്റെ സോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് വരുന്നത് എവിടെ നിന്നാണ്? ബാറ്ററിയിൽ നിന്നാണ്. ബാറ്ററിയിൽ എല്ലാവർക്കും അറിയാം, സിമ്പിൾസ് ഒക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ലോങ്ങർ ലൈനാണ് പോസിറ്റീവ് ടെർമിനൽ, ഷോർട്ട് ലൈൻ എന്താണ്? നെഗറ്റീവ് ടെർമിനലാണ്. സോ ഇതാണ് ഇവിടുത്തെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുക? കറണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ഐ എന്നുള്ള ലെറ്ററിലാണ് നമ്മൾ കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ 1 2 3 4 5 6 7 8 8 എത്ര എണ്ണം ഗ്ലോ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിച്ച് തുടങ്ങാം. കറണ്ട് ഇതാ ബാറ്ററിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 1 എന്ന പേരിലുള്ള ആ ഒരു ബൾബിലൂടെ അത് പാസ് ചെയ്യുന്നു. ഓക്കെ, 1 എന്ന പേരിലുള്ള ബൾബിലൂടെ അത് പാസ് ചെയ്യുന്നു. അത് 2ലേക്ക് എത്തുന്നു, അല്ലേ? 2 കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകും? കറണ്ട് 3-ലെത്തുന്നു. 3 നിന്നാണ് പിന്നെ ഒരു കൺഫ്യൂഷൻ വരാൻ പോകുന്നത്. എന്താണ് കൺഫ്യൂഷൻ? 3-ലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ 3 പാത്തുകളുണ്ട്, അല്ലേ? 1 നടുക്ക് ഒരെണ്ണമുണ്ട്, താഴെ വേറെ ഒരെണ്ണമുണ്ട്. അപ്പോൾ ഈ 3 പാത്തിലൂടെ കടന്നിട്ട് വേണം ഫൈനലി 8th ബൾബിൽ അത് ജോയിൻ ചെയ്തിട്ട് ഈ ഒരു സർക്യൂട്ടിൽ ഇങ്ങനെ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കാൻ. പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം അതല്ല. ഈ 3 പാത്തിൽ ഏത് പാത്താണ് കറണ്ട് ചൂസ് ചെയ്യുക? 3 ചൂസ് ചെയ്യുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിലൂടെ മാത്രമായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും 2 മാത്രമാണ് ഫ്ലോ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ കൺഫ്യൂഷൻ. അപ്പോൾ ഇവിടുത്തെ തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഒരു കണ്ടക്ടറിലൂടെ അല്ലെങ്കിൽ ഒരു വയറിലൂടെ ഒക്കെ കറണ്ട് പോകുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, റെസിസ്റ്റൻസ് എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന വേർഡിൻ്റെ പ്രത്യേകത? റെസിസ്റ്റൻസ് എല്ലാ വയേഴ്സും എല്ലാ മെറ്റീരിയൽസും കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനെ എതിർക്കുന്നുണ്ട്. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അതിൻ്റെ അകത്തുള്ള മെറ്റൽസ്, അതിൻ്റെ അകത്തുള്ള അയോൺസ്, ഇലക്ട്രോൺസ് ഒക്കെ അതിൻ്റെ കാരണങ്ങളാണ്. അപ്പോൾ ആ റെസിസ്റ്റൻസിനെ എവിടെയാണോ റെസിസ്റ്റൻസ് കുറവ് അതിലൂടെയാണ് മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുക. എവിടെയാണോ റെസിസ്റ്റൻസ് കുറവ് അവിടെയാണ് മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പോൾ ഈ ഫസ്റ്റ് ആൻഡ് തേർഡ്, മുകളിലും താഴെയുമുള്ള 2 ബ്രാഞ്ചസിൽ 2 ബൾബ് വീതമുണ്ട്. ബൾബുകൾക്കൊക്കെ എന്തുണ്ട്? ഒരു സാധാരണ ഒരു വയറിനേക്കാൾ റെസിസ്റ്റൻസ് ഉണ്ട് ബൾബിന്. അപ്പോൾ 4ഉം 5ഉം 6ഉം 7ഉം ഉള്ള 2 ബ്രാഞ്ചിലും ഹൈ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അത് നമുക്കിവിടെ പ്രത്യേകം നോട്ട് ചെയ്യാം. ഈ 2 ബൾബ്സ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്താണെന്ന് പറയാം? ഹൈ
റെസിസ്റ്റൻസ് ആണ്, ഹൈ റെസിസ്റ്റൻസ് ആണെന്ന് പറയാം. സെയിം സിറ്റുവേഷൻ തന്നെയാണ് 6ഉം 7ഉം ഉള്ള ഇവിടെയും ഉള്ളത് എന്ത് തന്നെയാണ്, ഹൈ റെസിസ്റ്റൻസ് തന്നെയാണ്. ഞാനിത് 6 എന്ന് ഷോർട്ട് ആക്കിയിട്ട് എഴുതുകയാണ്. എന്നാൽ ഈ മിഡിലൂടെയുള്ള ഈ ലൈനിൻ്റെ പ്രത്യേകത, അവിടെ ഒരു റെസിസ്റ്റൻസും ഇല്ല, അവിടെ ആ വയറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഈ ഒരു ജംഗ്ഷനിൽ എത്തിക്കഴിയുമ്പോൾ കറണ്ടിൻ്റെ ഒരു മെജോറിറ്റിയും 99.9% കറണ്ടും ഫ്ലോ ചെയ്യുന്നത് ഏതിലൂടെ ആയിരിക്കും, ഈ സെൻറ്ററിലൂടെയുള്ള ലൈനിലൂടെയാണ് ഫ്ലോ ചെയ്യുക. ഇങ്ങനെ റെസിസ്റ്റൻസ് വളരെ കുറഞ്ഞ ഈ ഒരു കണക്ഷൻ്റെ ഈ ഒരു ഭാഗത്തിന് നമ്മൾ, അല്ലെങ്കിൽ ഈ ടൈപ്പ് സിറ്റുവേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷോർട്ട് സർക്യൂട്ടിങ്. ലോ റെസിസ്റ്റൻസ് ഉള്ള വയറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ആ സംഭവത്തിനെയാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ടിംഗ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ 3 ബ്രാഞ്ചിനെ മാത്രം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡിൽ വണ്ണിൽ റെസിസ്റ്റൻസ് വളരെ ലോ ആണ്. സോ മെജോറിറ്റി ഓഫ് കറണ്ട്, ഓൾമോസ്റ്റ് ഓൾ കറണ്ട് എന്താണ്, അതിലൂടെയാണ് പാസ് ചെയ്യുക. അതുകൊണ്ട് 4, 5, 6, 7 കാര്യമായിട്ട് ഗ്ലോ ഒന്നും ചെയ്യില്ല. ഗ്ലോ ചെയ്യുന്ന ബൾബുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ഗ്ലോ ചെയ്യും, 2 ഗ്ലോ ചെയ്യും, 3 ഗ്ലോ ചെയ്യും, അതേപോലെ തന്നെ 8 ഗ്ലോ ചെയ്യും. സോ നമ്മുടെ ആൻസർ ഹൗ മെനി ബൾബ് വിൽ ഗ്ലോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്താണ്, 4 ബൾബാണ്. ഓക്കെ, 4 ബൾബ്സ് വിൽ ഗ്ലോ എന്നതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. എല്ലാവർക്കും അതിൻ്റെ തിയറി കോൺസെപ്റ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. നമുക്കിനി ലൈവ് ക്ലാസ്സസ് വരുന്നുണ്ട്, അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം.